ഗുഡ് മോർണിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലെ രണ്ടാമത്തെ ടൈപ്പായ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്, ഓക്കെ, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് എന്ന ടോപ്പിക്കാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈപ്പായ സിമ്പിൾ അല്ലെങ്കിൽ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൽ രണ്ട് മെത്തേഡ് ഡിസ്കസ് ചെയ്തു, ലോട്ടറി മെത്തേഡും റാൻഡം നമ്പർ മെത്തേഡും. ഓക്കെ, ഇത് രണ്ടാമത്തെ ടൈപ്പാണ് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് 5 ടൈപ്പാണ് പഠിക്കാനുള്ളത്. 1 സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, 2 സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, 3 ക്ലസ്റ്റർ സാമ്പിളിംഗ്, 4 മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ആൻഡ് 5ാമത്തത് റാൻഡം റൂട്ട് സാമ്പിളിംഗ്. ഈ 5 ടൈപ്പാണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലെ രണ്ടാമത്തെ ടൈപ്പായ റെസ്ട്രിക്റ്റഡ് സാമ്പിളിങ്ങിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ, പോപ്പുലേഷൻസ് ആർ ഗ്രൂപ്പ്ഡ് ടു ഡ്രോ സാമ്പിൾസ്. അതായത് മൊത്തം പോപ്പുലേഷനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പാക്കിയിട്ട് സാമ്പിൾസ് എടുക്കാൻ പാകത്തിന് ഗ്രൂപ്പാക്കുന്നതിനെയാണ് റാൻഡം അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സാമ്പിൾസ് ആർ ടേക്കൺ ബൈ യൂസിങ് സ്പെസിഫിക് പ്രൊസീജിയേഴ്സ്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് സാമ്പിൾസ് എടുക്കുന്നതിനെയാണ് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഓവറോൾ വ്യൂ ആണ്. റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിങ്ങിനെ 5ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ആൻഡ് റാൻഡം റൂട്ട് സാമ്പിളിംഗ്. അപ്പോൾ എന്താണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എൻ ഇംപ്രൂവ്ഡ് ടൈപ്പ് ഓഫ് റാൻഡം സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിങ്ങിൻ്റെ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദ പോപ്പുലേഷൻ ഈസ് സബ് ഡിവൈഡഡ് ഇൻ ടു ഹോമോജീനിയസ് ഗ്രൂപ്പ്സ് ഓർ സ്ട്രാറ്റ ആൻഡ് ഫ്രം ഈച്ച് സ്ട്രാറ്റം റാൻഡം സാമ്പിൾ ഈസ് ഡ്രോൺ. അതായത് മൊത്തം പോപ്പുലേഷനെ എന്തെങ്കിലും ഒരു ഹോമോജിനിറ്റിയുടെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ്, അതായത് ഹോമോജീനിയസ് ഗ്രൂപ്പ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് സ്ട്രാറ്റ എന്ന് പറയുക. ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റ. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്നും ഓരോ സ്ട്രാറ്റത്തിൽ നിന്നും റാൻഡമായിട്ട് എന്ത് ചെയ്യും, സാമ്പിളിനെ ഡ്രോൺ ചെയ്യുക. അതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ ഇഫ് ദ ഫീൽഡ് ഓഫ് എൻക്വയറി ഈസ് നോട്ട് ഹോമോജീനിയസ്, ദിസ് മെത്തഡ് ഈസ് സ്യൂട്ടബിൾ. അപ്പോൾ ഫീൽഡ് ഓഫ് എൻക്വയറി, അപ്പോൾ അതായത് റിസർച്ചർ കണ്ടക്ട് ചെയ്യുന്ന എൻക്വയറി എന്താ പറയുക, ഹോമോജീനിയസ് അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് എൻഹാൻസസ് റെപ്രസെൻറ്റേറ്റീവ്നെസ് ഓഫ് സാമ്പിൾസ് ബൈ ഗിവിങ് പ്രോപ്പർ റെപ്രസെൻറ്റേഷൻ ടു ഓൾ സബ് ഗ്രൂപ്പ്സ് ഇൻ ദ പോപ്പുലേഷൻ. അതായത് എല്ലാ ഗ്രൂപ്പിൽ നിന്നും എന്താണ് നമുക്ക് റെപ്രസെൻറ്റേഷൻസ് ഈ സാമ്പിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെപ്രസെൻറ്റേറ്റീവ്നെസ് ഓഫ് സാമ്പിൾ ബൈ ഗിവിങ് പ്രോപ്പർ റെപ്രസെൻറ്റേഷൻ ടു ഓൾ സബ് ഗ്രൂപ്പ്സ്. നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ സബ് ഗ്രൂപ്പ്സും അല്ലെങ്കിൽ സ്ട്രാറ്റത്തിൽ നിന്നും എന്താണ് ഈക്വലായിട്ട് റെപ്രസെൻറ്റേറ്റീവ്നെസ് കൊടുക്കും എന്നുള്ളതാണ് ഈ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ആൻഡ് അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇറ്റ് ഗീവ്സ് ഹയർ സ്റ്റാറ്റിസ്റ്റിക്കൽ എഫിഷ്യൻസി than that given by simple random sampling for a given sample size. അതായത് സാമ്പിൾ സൈസിന് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ചെയ്യുന്നതിനേക്കാൾ ഒന്നും കൂടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഫിഷ്യൻസി കൂടുതലാണ് ഇങ്ങനെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് വഴി ചെയ്യുമ്പോൾ. ഇറ്റ് ഈസ് ഈസി ടു ക്യാരി ഔട്ട് ദിസ് സാമ്പിൾ മെത്തേഡ്. കുറച്ചും കൂടെ എന്താണ്, നമുക്കിത് പ്രാവർത്തികമാക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഇറ്റ് ഈസ് ഈസി ടു ക്യാരി ഔട്ട് ദിസ് സാമ്പിൾ മെത്തേഡ്. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്, എ പ്രയർ നോളേജ് ഓഫ് ദി കമ്പോസിഷൻ ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആർ റിക്വയർഡ് ടു അഡോപ്റ്റ് ദിസ് മെത്തേഡ്. അതായത് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ പോപ്പുലേഷനെ കുറിച്ചുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു നോളേജ് ആദ്യമേ അറിയണം. അത് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ ഈ ഗ്രൂപ്പാക്കുന്ന സമയത്ത് ആ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ പ്രയറായിട്ട് നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് വെരി എക്സ്പെൻസീവ് ഇൻ ടൈം ആൻഡ് മണി. അതുപോലെ തന്നെ എന്താണ്, സമയം എടുക്കാനുള്ള കാരണം നമ്മൾ ഈ മൊത്തം പോപ്പുലേഷനെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമ്മൾ ഗ്രൂപ്പാക്കുന്നതിന് കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ അതിനനുസരിച്ച് പ്രൊപ്പോർഷണേറ്റായിട്ടുള്ള മണി അല്ലെങ്കിൽ
കോസ്റ്റ് നമുക്ക് ചിലവ് വരും. അതാണ് എക്സ്പെൻസീവ് എന്ന് പറയാനുള്ള കാരണം. ടൈം ആൻഡ് മണി കാറ്റഗറിയിൽ അത് കുറച്ചും കൂടി എക്സ്പെൻസീവാണ്. ഓക്കെ. ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി സ്ട്രാറ്റ മൈറ്റ് ലീഡ് ടു ക്ലാസിഫിക്കേഷൻ എറേഴ്സ്. ഇങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ഡിവൈഡ് ചെയ്യുന്ന സ്ട്രാറ്റ പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്ലാസിഫിക്കേഷൻസ് എറർ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലായല്ലേ? നമ്മൾ പ്രോപ്പറായിട്ട് ആ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പഠിച്ച് സ്ട്രാറ്റിഫൈ ചെയ്യുന്നതിന് പകരം നമ്മൾ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക്, ആ ക്യാരക്ടറിസ്റ്റിക്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ബിഹേവിയർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലോ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ മൊത്തം എന്ത് വരും? എറർ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തത് പറയുന്നത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഓർ ഫിക്സ്ഡ് ഇൻ്റർവൽ സാമ്പിളിംഗ്. അപ്പോൾ എന്താണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ അതിനെ ക്വാസി സാമ്പിളിംഗ് എന്നൊക്കെ വിളിക്കാറുണ്ട്. സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിന് വേറൊരു പേര് ക്വാസി റാൻഡം സാമ്പിളിംഗ്. ഓക്കെ. ദിസ് മെത്തേഡ് ഈസ് എൻ ആൾട്ടർനേറ്റീവ് ടു റാൻഡം സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിങ്ങിന് ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻ്റർവൽ അല്ലെങ്കിൽ ക്വാസി റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ വെൻ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ ഈസ് അവൈലബിൾ ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ. അതായത് മൊത്തം പോപ്പുലേഷൻ്റെ ലിസ്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് നടത്താൻ പറ്റുള്ളൂ. അത് ചിലപ്പം പോപ്പുലേഷൻ കൂടുതലുള്ള അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷനുള്ള സ്റ്റഡിയൊക്കെ ആണെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ടാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടേക്കിംഗ് എവറി kth term in the population after random start with an item from 1 to k. അതായത് നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഒരു 100 ആൾക്കാരുണ്ടെങ്കിൽ ഓരോ 10ാമത്തെ ആളും 1 മുതൽ 10 വരെ എണ്ണും. അങ്ങനെ ഓരോ 10ാമത്തെ ആളെയും നമ്മൾ എന്ത് ചെയ്യും? റാൻഡമായിട്ട് സെലക്ട് ചെയ്യും. അതാണ് ഫിക്സ്ഡ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ 10 കഴിയുമ്പോൾ ഒരാൾ, അല്ലേ? അല്ലെങ്കിൽ ഓരോ 5 കഴിയുമ്പോൾ ഓരോ ആൾ. അപ്പോൾ അങ്ങനെ 100 വരെ പോകുമ്പോൾ എന്താണ്? 10 വെച്ച് എടുക്കുന്നതെങ്കിൽ 10ാമത്തെ ആളാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 10 ആൾക്കാരുണ്ടാവും. 5ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 20 ആൾക്കാരുണ്ടാവും. മനസ്സിലായല്ലേ? അതാണ് ഈ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. അത് ആരാണെങ്കിലും, അത് ഏത് ജെൻഡർ ആണെങ്കിലും ഏത് ഏജ് കാറ്റഗറി ആണെങ്കിലും എല്ലാം എന്താണ് ഈ സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിൻ്റെ പ്രത്യേകത. ഇങ്ങനെ 1 മുതൽ 100 വരെ അല്ലെങ്കിൽ 1 മുതൽ 1000 വരെ നിർത്തിയിട്ട് ഓരോ കേത്ത് ടേം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 10 ആണ് ഒരു ഇൻ്റർവെൽ വയ്ക്കുന്നതെങ്കിൽ അപ്പോൾ 1 മുതൽ 10ാമത്തെ ആൾ, ആ 10ാമത്തെ ആളാണ് ശരിക്കും കേത്ത് ടേം എന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? കേത്ത് ടേം എന്ന് പറയുന്നത് 10ാമത്തെ ആൾ, 10th ടേം. ഓക്കെ. അതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കെ എന്ന് പറയുന്നത് പോപ്പുലേഷൻ സൈസ് ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് സാമ്പിൾ. അതായത് മൊത്തം പോപ്പുലേഷനെ നമ്മൾ എത്ര സാമ്പിൾസാണ്, ഇപ്പോൾ 1000 ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് 50 ആൾക്കാരാണ് വേണ്ടതെങ്കിൽ 1000 ഡിവൈഡഡ് ബൈ 50. മനസ്സിലായല്ലേ? അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 50 എന്ന് പറയുമ്പോൾ ഓരോ 20ാമത്തെ ആളും, അല്ലേ? അല്ലെങ്കിൽ ഓരോ 10ാമത്തെ ആൾ. അങ്ങനെ എന്താണ്? അതാണ് കെ എന്ന് പറയുന്നത്. ടോട്ടൽ പോപ്പുലേഷൻ സൈസ് ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് സാമ്പിൾ. പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത് 1000. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സാമ്പിൾ ഇപ്പോൾ 200 ആണെങ്കിൽ എന്താണ്? 1000 ഡിവൈഡഡ് ബൈ 200. മനസ്സിലല്ലേ? അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 5ാമത്തെ ആൾ. ഓരോ 5ാമത്തെ ആളും എന്താണ് അതിലെ സ്റ്റഡിയുടെ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യപ്പെടും. ആസ് ദ ഇൻ്റർവൽ ബിറ്റ്വീൻ ദ സാമ്പിൾ യൂണിറ്റ് ഈസ് ഫിക്സ്ഡ് ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ഫിക്സ്ഡ് ഇൻ്റർവൽ മെത്തേഡ്. മനസ്സിലായല്ലേ? അപ്പോൾ ആ സാമ്പിൾ സൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഫിക്സ്ഡ് ഇൻ്റർവൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മച്ച് സിംപിളർ ദാൻ റാൻഡം സാമ്പിളിംഗ്. ഇറ്റ് ഈസ് ഈസി ടു യൂസ്. ഇതെന്താണ്? കുറച്ചും കൂടെ ഈസിയാണ്. കാരണം പോപ്പുലേഷൻ കുറച്ചുള്ളെങ്കിൽ ഇപ്പോൾ ഒരു 200 ആളോ അല്ലെങ്കിൽ 500 ആളൊക്കെയാണ് പോപ്പുലേഷൻ ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ 500 ആൾക്കാരെ നിരത്തി നിർത്തിയിട്ട് നമുക്കതിൽ നിന്ന് എത്ര സാമ്പിൾ വേണോ ആ സാമ്പിൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു നിശ്ചിത നമ്പർ കിട്ടും. അപ്പോൾ 1 മുതൽ അത്രാമത്തെ ആൾ വരെ എണ്ണും. ആ അവസാനത്തെ വരുന്ന ആളെ നമ്മൾ സെലക്ട് ചെയ്യും. വീണ്ടും അടുത്ത് 1 മുതൽ അടുത്ത നമ്പർ വരെ എണ്ണും. അങ്ങനെ സെലക്ട് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഈസി ടു യൂസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈസി ടു ഇൻസ്ട്രക്ട് ദിസ് മെത്തേഡ് ടു ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് പറഞ്ഞു കൊടുക്കാനും കുറച്ചും കൂടെ എന്താണ് എളുപ്പമുള്ള മെത്തേഡാണ്. ഇറ്റ് ഈസ് ഈസിയർ ടു ചെക്ക് വെദർ എവറി കേത്ത് ടേം ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ. അപ്പോൾ എന്താണ് ഓരോ കേത്ത് ടേമിനെയും നമ്മൾ സാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളത് ചെക്ക് ചെയ്യാനും
എന്താണ് ഈസിയാണ്. കാരണം നമ്മൾ ആ സെലക്ട് ചെയ്യുന്നപ്പോൾ 10ാമത്തെ ആളാണെങ്കിൽ ഓരോ 10ാമത്തെ ആളെയും നമ്മൾ എന്ത് ചെയ്യും, ഒരു സാമ്പിൾ സൈസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ. സാമ്പിൾ ഈസ് സ്പ്രെഡ് ഈവൻലി ഓവർ ദ പോപ്പുലേഷൻ. അപ്പോൾ എന്താണ്, മൊത്തം പോപ്പുലേഷനെ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യാൻ നമുക്കത് പറ്റും. കാരണം അതിനകത്ത് വേറെ പേഴ്സണൽ ബയാസോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. നമ്മൾ ഇങ്ങനെ എണ്ണി പോകുന്നു, അതിൽ ആ 10ാമത്തെ ആളോ അല്ലെങ്കിൽ 5ാമത്തെ ആളോ അല്ലെങ്കിൽ 100ാമത്തെ ആളോ ഇങ്ങനെ എന്താണ് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈവണായിട്ട് അത് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കലി മോർ എഫിഷ്യൻറ്റ് ദാൻ എ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനേക്കാൾ ഒന്നുകൂടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എഫിഷ്യൻസി കൂടുതലാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിന്. വെൻ പോപ്പുലേഷൻ എലമെൻറ്റ്സ് ആർ ഓർഡേർഡ് ക്രോണോളജിക്കലി. അതായത് ഒറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ, ഇതെന്താണ്, നമ്മൾ ആ എലമെൻറ്റ്സിനെ, ആ പോപ്പുലേഷനെ മൊത്തത്തിൽ എന്ത് ചെയ്യണം, ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ബൈ ദ സൈസ്, ക്ലാസ് എക്സെട്ര. ആ ക്ലാസ്സായിട്ടോ അല്ലെങ്കിൽ സൈസായിട്ടോ എങ്ങനെയാണെങ്കിലും എന്താണ്, ഒരു ക്രോണോളജിക്കൽ ഓർഡർ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ ഓർഡറാക്കി നിർത്തിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഓരോ ടേം സെലക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഞാൻ ഡിസഡ്വാൻറ്റേജസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ദിസ് മെത്തേഡ് ഇഗ്നോർസ് ഓൾ എലമെൻറ്റ് ബിറ്റ്വീൻ 2 kth ടേം സെലക്റ്റഡ്. അതായത് 2 kth ടേമിൻ്റെ, ഇപ്പോൾ 10ാമത്തെ ആളാണെങ്കിൽ ആദ്യത്തെ സെറ്റിൽ 1 മുതൽ 10ാമത്തെ ആളെയും പിന്നെയുള്ള 11 മുതൽ അടുത്ത 10ാമത്തെ ആളെ എന്താണ് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആൾക്കാരെ ഇഗ്നോർ ചെയ്യുന്നത് ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെയും നമ്മൾ ആദ്യം മുതൽ എണ്ണണം അല്ലേ. അപ്പോൾ അതർ സെലക്റ്റഡ് ഐറ്റംസ് ആർ നോട്ട് ചോസൺ അറ്റ് റാൻഡം. അതെന്തല്ല, ഒരു റാൻഡമായിട്ട് ചൂസ് ചെയ്യുക എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അതിനെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ആസ് ഈച്ച് എലമെൻറ്റ് ഡസ് നോട്ട് ഹാവ് എൻ ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്റ്റഡ്, ദ റിസൾട്ടിങ് സാമ്പിൾ ഈസ് നോട്ട് എ റാൻഡം വൺ. അപ്പോൾ എന്താണ്, ഈച്ച് എലമെൻറ്റ് ഡസ് നോട്ട് ഹാവ് എൻ ഈക്വൽ ചാൻസ്. അപ്പോൾ ഓരോരുത്തർക്കും എന്തില്ല, ചാൻസ് ഇല്ല. 10ാമത്തെ ആൾക്ക് മാത്രമേ അതിനകത്ത് എന്തുള്ളൂ, ചാൻസ് ഉള്ളൂ. മനസ്സിലായല്ലേ. അപ്പോൾ എന്താണ്, അവിടെ ഒരു റാൻഡംനെസ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നുണ്ട്. ദിസ് മെത്തേഡ് മേ സംടൈംസ് ഗീവ് എ ബേസ്ഡ് സാമ്പിൾ if by chance several kth items chosen represent a particular group, that group would be over represented in the sample. അതായത് ചിലപ്പോൾ അങ്ങനെ നിരത്തി നിർത്തുന്ന സമയത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ചില കേത്ത് ടേമുകളൊക്കെ എന്തായിരിക്കും, ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരായിരിക്കും. മനസ്സിലായല്ലേ. അങ്ങനെ ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ ഓൾറെഡി അവിടെ റെപ്രസെൻറ്റേഷൻ ഉള്ളതുകൊണ്ട് മറ്റ് ഗ്രൂപ്പിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷൻസ് വരാതെ ആവും. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി മൂന്നാമതായി പറയുന്നത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ എന്നുള്ള പേരിൽ തന്നെ അതിനുള്ളൊരു വേർഡ് മീനിങ് ഉണ്ട്. വെൻ ദ പോപ്പുലേഷൻ എലമെൻറ്റ്സ് ആർ സ്കാറ്റേർഡ് ഓവർ എ വൈഡ് ഏരിയ ആൻഡ് എ ലിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ എലമെൻറ്റ് ഈസ് നോട്ട് റെഡിലി അവൈലബിൾ. അതായത് നമ്മളെ പോപ്പുലേഷൻ എന്താണ്, ഒരു ഏരിയയിൽ മൊത്തം ഇങ്ങനെ പരന്ന് കിടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ലിസ്റ്റൊന്നും ഇല്ലാത്ത സമയത്ത്, ആ പോപ്പുലേഷനെ കുറിച്ചുള്ള ഒരു ലിസ്റ്റൊന്നും ഇല്ലാത്ത സമയത്ത് അത് മൊത്തം ഏരിയയിൽ ഇങ്ങനെ പരന്ന് കിടക്കുക, ആ ഏരിയയാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലേ. അപ്പോൾ ഒരു ഏരിയയിൽ നിന്ന് ആൾക്കാർ ചൂസ് ചെയ്യുന്നതിനെയാണ് ക്ലസ്റ്റർ എന്ന് പറയുക. ഇൻ സച്ച് കേസസ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ഈസ് യൂഷ്വലി അഡോപ്റ്റഡ്. അങ്ങനെ ഈ എന്താണ്, പോപ്പുലേഷൻ എലമെൻറ്റ് റെഡിലി അവൈലബിൾ അല്ലാത്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. Cluster sampling means random selection of sampling unit consisting of population elements. ആ പോപ്പുലേഷൻ എലമെൻറ്റ് ആ ഏരിയയിൽ എവിടെയൊക്കെ ഉണ്ടോ ആ ഏരിയയിൽ നിന്ന് റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നതിനെയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഈച്ച് സച്ച് സാമ്പിളിംഗ് യൂണിറ്റ് ഈസ് ക്ലസ്റ്റർ പോപ്പുലേഷൻ എലമെൻറ്റ്സ്. അപ്പോൾ ഓരോ സാമ്പിളിംഗ് എന്തായിരിക്കും, യൂണിറ്റും ഓരോ ക്ലസ്റ്ററിൽ നിന്നായിരിക്കും വരുന്നത്. ആ പോപ്പുലേഷൻ്റെ ഓരോ ക്ലസ്റ്ററിൽ നിന്നായിരിക്കും സാമ്പിളിംഗ് യൂണിറ്റ് സെലക്ട് ചെയ്യുക. ദെൻ ഫ്രം ഈച്ച് സെലക്ടഡ് സാമ്പിളിംഗ് യൂണിറ്റ്സ് എ സാമ്പിൾ ഓഫ് പോപ്പുലേഷൻ എലമെൻറ്റ് ഈസ് ഡ്രോൺ ബൈ അതർ സാമ്പിൾ റാൻഡം സെലക്ഷൻസ് ഓർ സ്ട്രാറ്റിഫൈഡ് റാൻഡം സെലക്ഷൻ. അതായത് ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സാമ്പിളിംഗ് യൂണിറ്റിനൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സിമ്പിൾ റാൻഡം സെലക്ഷനോ അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റാൻഡം സെലക്ഷനോ വെച്ചിട്ട് വീണ്ടും നമ്മൾ അതിനൊരു സാമ്പിൾ സൈസ് ഡ്രോൺ ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് ഏരിയ എന്ന് ഉദ്ദേശിച്ചാൽ മതി. ആ ഏരിയയിൽ ബേസ് ചെയ്തിട്ടാണ് സാമ്പിളിംഗ് നടക്കുന്നതെങ്കിൽ. പോപ്പുലേഷൻ വിത്തിൻ ദ ക്ലസ്റ്റർ ഈസ് ഹെട്രോജീനിയസ് ആൻഡ് ഹോമോജീനിറ്റി ബിറ്റ്വീൻ ക്ലസ്റ്റേഴ്സ്. ഒരേ ക്ലസ്റ്ററിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് പോപ്പുലേഷൻ എന്തായിരിക്കും, ഒരേ ക്ലസ്റ്ററിനെ നോക്കുകയാണെങ്കിൽ പല ഹെട്രോജീനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള അല്ലെങ്കിൽ പല കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരായിരിക്കും ഒരു പോപ്പുലേഷൻ ഉണ്ടാവുക. ഇങ്ങനെ ക്ലസ്റ്ററുകൾ എടുക്കുമ്പോൾ എന്തായിരിക്കും, ഒരു ഹോമോജീനിറ്റി അതിന് ഉണ്ടാവും. ഫോർമേഷൻ ഓഫ് ക്ലസ്റ്റർ ബേസ്ഡ് ഓൺ ജിയോഗ്രഫിക്കൽ ഏരിയ ഇസ് കോൾഡ് ഏരിയ സാമ്പിളിംഗ്. അതായത് ആ ക്ലസ്റ്റർ എന്താണ്, ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഏരിയ സാമ്പിളിംഗ് എന്നും വിളിക്കുക. അപ്പോൾ ക്ലസ്റ്റർ സാമ്പിളിങ്ങിൻ്റെ
ഒരു ഏരിയ വൈസ് സാമ്പിളിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഏരിയ സാമ്പിളിങ്. അപ്പോൾ അതിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഓൺ സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉണ്ട്, 2 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉണ്ട്, മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉണ്ട്. മനസ്സിലായല്ലേ? അപ്പോൾ അത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഓൺ സ്റ്റേജ്, 2 സ്റ്റേജ്, മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റിക്വയർസ് ഫീവർ റിസോഴ്സസ്, കുറച്ച് റിസോഴ്സസ് മതി അല്ലേ. നമ്മൾ ഈ ഗ്രൂപ്പുകളെ ഏരിയ വൈസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിൽ നിന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് മറ്റു മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മളതിനെ സാമ്പിൾ ഡ്രോൺ ചെയ്യുന്നു. കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ ഈസ് നോട്ട് നീഡഡ്. നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല. തൊട്ട് മുമ്പ് പറഞ്ഞ 2 മെത്തേഡിൻ്റെ പ്രകാരം നമുക്ക് കംപ്ലീറ്റ് ലിസ്റ്റ് ആവശ്യമില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ലെസ് എക്സ്പെൻസീവാണ്. ലെസ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലവും കുറവാണ്. അതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസിൽ പറയുന്നത് ഈ അൺഈക്വൽ സൈസ് ഓഫ് ക്ലസ്റ്റർ ലീഡ്സ് ടു ബയാസ്. അതായത് ഓരോ ക്ലസ്റ്ററിനും ഈക്വൽ സൈസ് കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ക്ലസ്റ്ററും ഈക്വൽ സൈസ് അല്ലെങ്കിൽ അവിടെ എന്ത് വരും? ബയാസ് വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അത് പ്രോപ്പർ റാൻഡം ആവാൻ സാധ്യത കുറവാകും. സാമ്പിളിംഗ് എറർ മേ ഒക്കർ. ഓരോ ക്ലസ്റ്ററും ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് വരും? മിസ്റ്റേക്സ് വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി 4മത്തേത് പറയുന്നത് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ആണ്. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഈ അണ്ടർ ദിസ് മെത്തേഡ് സാമ്പിൾ ഈസ് പ്രിപ്പയർഡ് ബൈ സ്റ്റേജസ്. അതായത് മൊത്തത്തിൽ 100% സാമ്പിൾ ആവണം എന്നില്ല. അത് ചിലപ്പം സെക്കൻഡ് സ്റ്റേജിലായിരിക്കും നമ്മൾ സാമ്പിളിനെ 100% എത്തിക്കുന്നത്. മനസ്സിലായല്ലേ? അതായത് ഇപ്പോൾ നാഷണൽ സർവേ റണ്ണ്, ഇങ്ങനത്തെ വലിയ വലിയ പ്രോഗ്രാമുകൾക്കൊക്കെ സാമ്പിൾ സെലക്ട് ചെയ്യുന്ന സമയത്താണ് ഈ മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത്. ഓരോ സ്റ്റേജസ് ആയിട്ട് ദ പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് ലാർജ് സാമ്പിളിംഗ് യൂണിറ്റ്സ്, ഈച്ച് ഓഫ് വിച്ച് ഇൻ ടേൺ ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോളർ യൂണിറ്റ്സ് ആൻഡ് സോ ഓൺ. മനസ്സിലായോ? അതായത് ഇങ്ങനത്തെ വലിയ വലിയ സർവേകളിലൊക്കെ വരുമ്പോൾ എന്താണ്, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഇനീഷ്യൽ ക്ലസ്റ്റർ ഓഫ് സാമ്പിളിംഗ് ഈസ് ഓഫൻ യൂസ്ഡ്. മനസ്സിലായല്ലേ? അതായത് ഫസ്റ്റ് സ്റ്റേജുകളിൽ എന്താണ്, ക്ലസ്റ്ററുകൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഇനീഷ്യൽ ക്ലസ്റ്ററുകളെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ്സ്. അല്ലേ? ഈ സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ എന്താണ്, റാൻഡം സാമ്പിൾ ഈസ് സെറ്റ് ബൈ വിത്തിൻ ദ സെലക്റ്റഡ് പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ്സ്. ആ ഒരു പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ്സിനുള്ളിൽ തന്നെ വീണ്ടും റാൻഡമായിട്ട് സാമ്പിൾസിനെ സെറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. മൾട്ടി സ്റ്റേജ് സാമ്പിളിങ്ങിൻ്റെ മറ്റൊരു പേര് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയും. മനസ്സിലായല്ലേ? അപ്പോൾ അതാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. 5മത് പറയുന്നത് റാൻഡം റൂട്ട് സാമ്പിളിംഗ് ആണ്. റാൻഡം റൂട്ട് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മാർക്കറ്റ് റിസർച്ച് സർവേകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം ഹൗസ് ഹോൾഡ് ഐറ്റംസ്, അല്ലെങ്കിൽ ഷോപ്പുകൾ, ഗാരേജസ്, അല്ലെങ്കിൽ ഒരു അർബൻ ഏരിയയിലെ പ്രിമൈസസൊക്കെ സർവേ നടത്താൻ, മാർക്കറ്റ് റിസർച്ച് സർവേ നടത്താൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെത്തേഡ് റാൻഡം റൂട്ട് സാമ്പിളിംഗ് ആണ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ മാർക്കറ്റ് റിസർച്ച് സർവേസ് മെയിൻലി ഫോർ സാമ്പിളിംഗ് ഹൗസ് ഹോൾഡ് ഷോപ്സ്, ഗാരേജസ് ആൻഡ് അതർ പ്രിമൈസസ് ഇൻ അർബൻ ഏരിയാസ്. അപ്പോൾ അവിടെ എന്താണ്, അഡ്രസ് ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം. അഡ്രസ്സ് എന്താണ്, റാൻഡമായിട്ട് സെലക്ട് ചെയ്യും. മനസ്സിലായല്ലേ? ഇപ്പം വല്ല ഇലക്ട്രോളർ രജിസ്റ്ററിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ രജിസ്റ്ററുകളിൽ നിന്നും അഡ്രസ്സുകൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട് അത് ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ട് വെക്കും. മനസ്സിലായല്ലേ? എന്നിട്ട് അവിടുന്ന് ഈ മാർക്കറ്റ് റിസർച്ച് സർവേകൾ ഇൻ്റർവ്യൂവർ എന്ത് ചെയ്യും, ഈ ഐഡൻറ്റിഫൈ ചെയ്ത അഡ്രസ്സുകൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും ബൈ ടേക്കിംഗ് ആൾട്ടർനേറ്റീവ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ടേൺസ്. അപ്പോൾ ഒരു ഏരിയയിൽ പോയി നിന്നിട്ട് അവിടുന്ന് ഇടത്തെ ഭാഗത്ത് വീടുകൾ എത്തണം, വലത്തെ ഭാഗത്ത് വീടുകൾ എത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും ഈ ഇൻ്റർവ്യൂവർ. മനസ്സിലായല്ലേ? അപ്പോൾ ഒരു റോഡിൻ്റെ ജംഗ്ഷനിൽ പോയി നിന്നിട്ട് എന്ത് ചെയ്യും, വലത്തെ ഭാഗത്ത് ഇത്ര വീടുകൾ അല്ലെങ്കിൽ ഇടത്തെ ഭാഗത്തുള്ള ഇത്ര വീടുകൾ എന്ന് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവർ പോയിട്ട് അഡ്രസ്സ് സെലക്ട് ചെയ്യും. മനസ്സിലായല്ലേ? അതായത് ഓരോ nth അഡ്രസ്സ്, ഇവിടുന്ന് ഇപ്പോൾ വലത്തെ ഭാഗത്ത് 10 ഷോപ്പുകൾ, ഇടത്തെ ഭാഗത്ത് അടുത്ത 5 ഷോപ്പുകൾ അല്ലെങ്കിൽ 10 ഷോപ്പുകൾ, ഇങ്ങനെ എന്താണ്
ഓരോ ഷോപ്പുകളും ഗ്യാരേജസുകളൊക്കെ സെലക്ട് ചെയ്യുന്നതിനാണ് റാൻഡം റൂട്ട് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ്, പ്രത്യേകിച്ച് സമയം വളരെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ബയാസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ക്ലിയർലി ഡിഫൈൻഡ് അഡ്രസ്സ് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂവർ എന്ത് ചെയ്യുന്നത്, ഈ സാമ്പിളിംഗ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻസിൽ പറയുന്നത് ഇത് പർട്ടിക്കുലർ ഏരിയാസ് മാത്രമേ ചിലപ്പം സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അത് പുവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കാം. മനസ്സിലായില്ലേ? അപ്പം രണ്ടിലും പെട്ട സാമ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഓപ്പൺ ആയിട്ട് പറയുന്നതുകൊണ്ട് തന്നെ ചിലപ്പം ചില അഡ്രസ്സുകളൊക്കെ ചെക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും. മനസ്സിലായില്ലേ? അതാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് പറയുന്നത്. ഇത്രയാണ് റാൻഡം സാമ്പിളിങ്ങിൻ്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്ന ടൈപ്സുകൾ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.